കണ്ണൂർ വിഷന്റെ നേർരേഖയിലേക്ക് സ്വാഗതം. പുതിയാപ്പിള വേണ്ട പുസ്തകം മതി. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിലെ ഹെഡിംഗ് ആണിത്. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16, 18, 21 ചർച്ചകൾ നടക്കുകയാണ് മാധ്യമങ്ങളും പൊതുസമൂഹവും. ഈ വിഷയത്തെക്കുറിച്ച് പല കോണുകളിൽ നിന്ന് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. ഇപ്പോൾ സജീവമായിരിക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ജുമാ മസ്ജിദിലെ ഖത്തീബ് അബ്ദുൽ കബീർ ഫൈസി ചെറുക്കോട്, ഒപ്പം ഷർഫുന്നിസ യുവ എഴുത്തുകാരിയാണ്. കറുത്ത നഗരം, 100 പ്രണയ കവിതകൾ, ഒപ്പം പെയ്തൊഴിയാത്ത മനസ്സ്. അതാരുടെ മനസ്സാണെന്ന് നമുക്ക് ഷർഫുന്നിസയോട് തന്നെ ചോദിക്കാം. കൂടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ മുഹമ്മദ് അഫ്സൽ. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ശ്രീ അബ്ദുൽ കബീർ ഫൈസി ചെറുകോടിൽ നിന്ന് തുടങ്ങാം. അറിയാലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്നായി മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം കടന്നു വന്നിരിക്കുന്നു. കോഴിക്കോട്ടെ അറബി കല്യാണം ഈ ചർച്ചയ്ക്ക് കുറച്ചുകൂടി കൂടുതൽ ആഴവും പരപ്പും നൽകിയിരിക്കുകയാണ്. എന്താണ് താങ്കളെ പോലുള്ള മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ നിലപാടെന്താണ്? മുസ്ലിം പണ്ഡിതൻ എന്നുള്ള രീതിയിൽ തൽസംബന്ധമായ ഒരു ചർച്ച നമ്മുടെ കേരളത്തിൽ ഇത് ഇന്നോ ഇന്നലെയല്ല, വർഷങ്ങൾക്ക് മുമ്പ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ചർച്ച ഇവിടെ വന്നിരുന്നു. ഒരു അറബി കല്യാണത്തിന്റെ പേരിൽ തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ വലിയൊരു ചർച്ചയും കോലാഹലങ്ങളും ഇവിടെ നടന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നത്. കനീസ അനീസ എന്നൊക്കെ തോന്നുന്ന വിഷയങ്ങൾ ഇവിടെ നടന്നിരുന്നു. അന്ന് ശക്തമായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈയിടെ അടുത്ത് വന്നത്, ഇപ്പോ കോഴിക്കോട് വെച്ചുകൊണ്ട് 9ഓളം വരുന്ന മുസ്ലിം സംഘടനകൾ ഒരുമിച്ചുകൂടി, കേരളത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരും ഒരുമിച്ചുകൂടി കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാഹപ്രായം 18, 20, 21 ആക്കുന്നത് കൊണ്ട് അതിന് മുസ്ലിം സമൂഹം ഒരിക്കലും എതിരല്ല, പണ്ഡിതന്മാരും എതിരല്ല, ആക്കാവുന്നതാണ്. അതാണ് നല്ലതും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷെ എന്നാൽ ചില സ്ഥലങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിക്കേണ്ട അത്യാവശ്യ ഘട്ടങ്ങൾ, ചില കുടുംബപരമായി മറ്റുള്ള വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഒരു പക്ഷേ അതിന്റെ മുമ്പ് കല്യാണം നടത്തേണ്ട സ്ഥിതിവിശേഷം വന്നാൽ, അങ്ങനെ വന്നത് കൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഒരു 9 ലക്ഷത്തിൽ ചില്ലാൻ വരുന്ന കല്യാണങ്ങളാണ് 2006 മുതൽ 2013 ഇടയിൽ ഏകദേശം ഒരു കണക്കനുസരിച്ച് 9 ലക്ഷത്തോളം വരുന്ന കല്യാണങ്ങളിൽ 1500 മാത്രമേ ഈ പറയപ്പെട്ട വയസ്സിന്റെ ചുവട്ടിൽ നടന്നിട്ടുള്ളൂ. ഈ 16 വയസ്സിന് 18 വയസ്സിന്റെ ചുവട്ടിൽ, 16 അല്ല 18 വയസ്സിന്റെ ചുവട്ടിൽ, ഈ 18 വയസ്സിന്റെ ചുവട്ടിൽ നടന്ന ഈ കല്യാണങ്ങൾ 1500 ഉള്ളൂ എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. 10 ലക്ഷത്തിലായത് 1500 കുട്ടികൾ 18 വയസ്സിന്റെ ചുവട്ടിലുള്ള നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായി നടത്തിയിട്ടുണ്ട്. അതെ, അത് മുസ്ലിങ്ങൾ മാത്രമല്ല, അതിൽ എല്ലാ ജാതി 2 ലക്ഷത്തിൽ ചില്ലാനാണ് മുസ്ലിം വിവാഹങ്ങൾ. ഏകദേശം അതിന്റെ ചുവട്ടിൽ 2 ലക്ഷത്തിൽ ചില്ലാനും ക്രിസ്ത്യൻ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. ഹിന്ദു വിവാഹങ്ങൾ 4 ലക്ഷത്തിൽ ചില്ലാനാണ് നടന്നത്. ഇതിൽ സത്യത്തിൽ ഈ പറയപ്പെട്ട 1500-ൽ എല്ലാ വിഭാഗം ഉണ്ട്. ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, അങ്ങനെയാണല്ലോ പറഞ്ഞത്. കാരണം ഞങ്ങൾ എല്ലാ വിഭാഗത്തെയും ഒരു വിഭാഗത്തെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നില്ല, എല്ലാവരും ഈ വിഷയത്തിൽ സമാൻ. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണയായി ഗൾഫിലും മറ്റൊക്കെ പോകുന്നത് കൊണ്ട് ഈ രജിസ്ട്രേഷൻ ചെയ്തൊരു വിഷയം വരുന്നുണ്ട്. കൂടുതൽ ഈ പറയപ്പെട്ട 1500-ൽ കൂടുതൽ കുറച്ച് മുസ്ലിങ്ങളാണ് എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഇത് സ്വാഭാവികമായി താങ്കളുടെ അഭിപ്രായത്തിൽ 18 വയസ്സിലും താഴെ വിവാഹം നടത്താം എന്നൊരു അഭിപ്രായമാണ് താങ്കൾക്ക്? എന്റെ അഭിപ്രായം എനിക്ക് എന്റേതായിട്ട് പറയാനില്ല. വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം 16 ചുവട്ടിൽ, 16ാമത്തെ വയസ്സിൽ പ്രത്യേകമായ ചില സാഹചര്യങ്ങൾക്ക് നിയമം എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധോ മനുഷ്യത്വ വിരുദ്ധോ ആവരുത്. അതായത് 18 വയസ്സാണ് യഥാർത്ഥത്തിൽ വിവാഹപ്രായം. പക്ഷെ നിയമപരമായിട്ട് അത് 18 പറ്റൂ എന്ന് പറയുന്നതിന് എനിക്ക് അനുകൂലിക്കാൻ പറ്റൂല. എന്തുകൊണ്ടെന്നാൽ വിവാഹപ്രായത്തിൽ 16ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി പറയാണ് എനിക്ക് കല്യാണം കഴിക്കണം. അങ്ങനെ ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ കഴിച്ചു കൊടുക്കുക എന്ന് നിർബന്ധമാണ്. 14 വയസ്സിൽ ആവശ്യപ്പെട്ടാലോ? അല്ല, ഒരു നമുക്ക് ശാസ്ത്രീയപരമായിട്ട്, കാരണം ഇപ്പൊ 9ഉം 10ഉം വയസ്സിൽ അല്ല, ശാസ്ത്രീയപരമായിട്ട് ഒരു പെണ്ണ് പക്വതപ്പെടുന്നത് നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാം. അതിനുശേഷം ഒരു പെൺകുട്ടി 16ാം വയസ്സിൽ എനിക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞാൽ നിഷേധിച്ചാൽ, കാരണം ഇന്നത്തെ സമൂഹത്തിൽ എന്ന് പറയുന്നത് വ്യഭിചാരം അതുപോലുള്ള ഒരുപാട് അസാന്മാർഗിക പെരുമാറ്റങ്ങളുണ്ട്. അതിനുള്ള വഴിവെക്കൽ കൂടിയാണ് 16 വയസ്സിൽ എനിക്ക് കല്യാണം വേണം എന്ന് പറഞ്ഞ് നിഷേധിച്ചാൽ. പക്ഷേ 18 നമ്മൾ ബോധവൽക്കരണമാണ് ഇവിടെ ആവശ്യം, നിയമമല്ല.
18-ാം വയസ്സിൽ വിവാഹം കഴിക്കുക എന്നാണ് ഏറ്റവും ഉത്തമം. കാരണം വിദ്യാഭ്യാസപരമായിട്ടും സാഹചര്യങ്ങളും സമൂഹത്തിൽ, കാരണം ഒരു സ്ത്രീയാണ് കുടുംബനാഥ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞാലും 18 വയസ്സ് പൂർത്തിയാകുന്നതാണ് ശരി. എന്നാലും 16 വയസ്സിൽ വേണം എന്ന് പറഞ്ഞാൽ നടത്തി കൊടുക്കണമെന്നാണ് പറയുന്നത്. തീർച്ചയായും ഇതേ കുട്ടി 14 വയസ്സിൽ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ, കാരണം നമുക്ക് ശരീരത്തിന്റെ പ്രക്രിയ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാവുന്നത് 14 വയസ്സിൽ ഈ പ്രക്രിയ പ്രായപൂർത്തിയാവുകയാണെങ്കിൽ എനിക്ക് കല്യാണം 9 വയസ്സിൽ തന്നെ പെൺകുട്ടികൾക്ക് ഈ പറയുന്നത് പോലെ വയസ്സറിയിക്കുക എന്നൊക്കെ പച്ച മലയാളത്തിൽ പറയുന്ന സംവിധാനം. തീർച്ചയായും. പക്ഷെ നമ്മൾ അതായത് നമ്മൾ മദ്യം നമ്മൾ പറയുന്നത് പിന്നെ മദ്യം പാടില്ല, ശരിയല്ല. പക്ഷെ ഒരു നിയമം വരുന്നില്ല, ബോധവൽക്കരണമാണ് അവിടെ സർക്കാർ ചെയ്യുന്നത്. കാരണം മദ്യം പിന്നെ പാടില്ല, പക്ഷെ അതിന്റെ മേലെ എഴുതുന്നത് എന്താണ്? ആരോഗ്യത്തിന് ഹാനികരം. ബോധവൽക്കരണം. ശരിക്കും ഈ വിഷയത്തിൽ ബോധവൽക്കരണമാണ് ആവശ്യം. 18 വയസ്സെത്തുക. തിരിച്ചു വരാം നമുക്ക്. മുഹമ്മദ് അഫ്സൽ എന്ത് പറയുന്നു? ഇപ്പോ 16-ാം വയസ്സിൽ വിവാഹം നടന്നു കഴിഞ്ഞാൽ നമ്മള് കാട് കയറി വെടിവെക്കുന്നതിൽ നല്ലത് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുടെ മനസ്സ് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. 16 വയസ്സിലുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കും. ആ വിദ്യാർത്ഥിക്കുള്ള പക്വത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തിനും അറിയാം, നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇത് ഈ ഘട്ടത്തിൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒന്ന്, 1978 ഈ ശൈശവ വിവാഹം പാടില്ല എന്ന ഒരു നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ലോക്സഭ പാസാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു നിയമം വന്ന് ഇന്ന് 2013 കുറച്ച് മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇവിടെ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് വിവാഹപ്രായം ശരീഅത്ത് നിയമപ്രകാരം നടപ്പിലാക്കണമെന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് മതത്തിനോ സമുദായത്തിനോ നമ്മൾ എതിരല്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെടുത്ത ഒരു കണക്കിൽ 4040 വിദ്യാർത്ഥികളോട് ഒരു സർവേ നടത്തുകയും അവരോട് വിവാഹപ്രായം 16 ആക്കണോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ച ഘട്ടത്തിൽ 4004 വിദ്യാർത്ഥിനികളും പറഞ്ഞിട്ടുള്ള മറുപടി വേണ്ട എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ചുള്ളത് നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള വിദ്യാർത്ഥിനികൾ ഇന്ന് ക്യാമ്പസിനകത്ത് ഇരിച്ചു കയറി വരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇത് ഇല്ലാണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയാണോ എന്നുള്ള ഒരു സംശയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിയമം മൂലം നിരോധിച്ച ഒരു സംവിധാനം. അപ്പൊ ശരീഅത്ത് നിയമം, നമ്മളൊരു മതേതര രാജ്യമാണ് ഭാരതം. ഇവിടുത്തെ നിയമം എല്ലാ പൗരന്മാർക്കും ഒരുപോലെ വേണമെന്ന് പല ഘട്ടങ്ങളിലും പല വിഷയങ്ങൾ വരുമ്പോഴും എല്ലാ സംഘടനകളും ആവശ്യപ്പെടാറുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ നാളെ അറബ് രാജ്യങ്ങളിലുള്ളതുപോലെ മോഷ്ടിക്കുന്നവന്റെ കൈ വെട്ടണം, ബലാത്സംഗം ചെയ്യുന്നവന്റെ ആ അവയവം കട്ട് ചെയ്യണം, ഈ നിലക്കൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറില്ലേ? സത്യത്തിൽ ബ്രിട്ടീഷുകാരെ കാലം തൊട്ടേ മുസ്ലിം സമൂഹത്തിന്റെ വ്യക്തി നിയമം ശരീഅത്ത് ആക്ട് അനുസരിച്ചിട്ട് അവരുടെ വിവാഹമോചനം, സ്വത്താവകാശം, ഈ വിഷയങ്ങളിലെല്ലാം പൂർണ്ണമായ കാഴ്ചപ്പാടും അതിനുള്ള അംഗീകാരം വകവെച്ച് തന്നിട്ടുണ്ട്. അഫ്സൽ സാഹിബ് പറഞ്ഞ് ചില ആളുകൾ മുസ്ലിം നേതാക്കന്മാർ എന്ന് അവകാശപ്പെടുന്ന എന്ന് പ്രയോഗിച്ചത് അവകാശവാദമല്ലാതെ സത്യത്തിൽ കേരളത്തിലെ 99% മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന അതിന്റെ നേതാക്കന്മാരാണ് സത്യത്തിൽ കോഴിക്കോട് 9 സംഘടനകളാണ്. അത് വിദ്യാസമ്പന്നരുടെ പിന്തിരിപ്പന്മാര് എന്നുള്ള പ്രയോഗം ചൊല്ലി പറഞ്ഞു, യാഥാസ്ഥിതിക വിഹാമെന്ന് ചില ആളുകൾ പറഞ്ഞു. സത്യത്തിൽ അത് പറഞ്ഞത് പിണറായി വിജയനെ പോലെയുള്ള ആളുകളാണ്. സത്യത്തിൽ അവർ എന്ത് വേണ്ടിയാണ് ഈ മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇത്ര മുതലക്കണ്ണീരൊഴിക്കേണ്ടത് എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇവര് ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ ഈ മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. ഇതിൽ കേരളത്തിൽ മാത്രമാണ് ഈ വിഷയങ്ങളെല്ലാം മുൻപന്തി നിൽക്കുന്നത്. ഇവർ ഭരിക്കുന്നിടത്തൊന്നുമില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് അവരുടെ രാഷ്ട്രീയമായ ലക്ഷ്യം ഇതിന്റെ പിന്നിൽ ഇലക്ഷനോടാണ് നമുക്ക് ഷഫീലേക്ക് വരാം. ആർക്കാണ് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമാണ്. ഇതിൽ ഞങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തെ ഇകഴ്ത്തി കാട്ടുന്നതിന് വേണ്ടിയല്ല. ഇതിൽ നമ്മൾ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, നമ്മൾ ലോകത്തിന്റെ തന്നെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇപ്പം മലാല യൂസഫ് സായിയുടെ വിഷയം നമ്മുടെ മുന്നിലുണ്ട്. മലാല യൂസഫ് സായിയെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം തീവ്രവാദികൾ മുന്നോട്ട് വന്ന ഘട്ടത്തിൽ അതിനെതിരെ പ്രതികരണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത്. ആ പെൺകുട്ടി തന്നെ ഈ അടുത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ട്.
അദ്ദേഹം ആ പെൺകുട്ടി നടത്തിയിട്ടുള്ള പ്രസംഗം വിദ്യാഭ്യാസമാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലുത് എന്നുള്ളതാണ്. ഞങ്ങളുടെ ഇപ്പം ഈ ഉസ്താദ് പറഞ്ഞതോട് ഉള്ള മറുപടി എന്ന നിലയിൽ പറയാനുള്ളത്, ഇപ്പോ നിങ്ങളിപ്പം എടുത്തിട്ടുള്ള ഒരു സമീപനം 16 വയസ്സാണ് ഇപ്പം പെൺകുട്ടികളുടെ വിവാഹപ്രായം ആക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, മുന്നേ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഹിന്ദു സമുദായത്തിന്റെ പിന്നോട്ടം അടിക്കുന്ന വിധത്തിലുള്ള സതി സമ്പ്രദായമുണ്ടായിരുന്നു. ആ സതി സമ്പ്രദായത്തിന് തുല്യമായി ഇവിടെയുള്ള മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നതിനെതിരായിട്ട് അല്ലെങ്കിൽ അവർ സമൂഹത്തിന്റെ ഉന്നമനത്തിലേക്ക് വരുന്നതിനെതിരായിട്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ സംബന്ധിച്ച് വരുന്നതിനെ തടയിടാനുള്ള ഒരു നീക്കമായിട്ടാണ് താങ്കൾ ഇതിനെ കാണുന്നത്. എങ്ങനെ കാണുന്നു ഒരിക്കലല്ല. കാരണം പറയുന്നത് വിദ്യാഭ്യാസത്തിനൊക്കെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു. 16 വയസ്സുള്ള ഒരു കുട്ടി +1 എത്തും. ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ഇപ്പം SLC എത്തുള്ളൂ. കാരണം LKG UKG എല്ലാം കഴിഞ്ഞ് കുട്ടി SLC എത്തുമ്പോഴത്തേക്കും 16 വയസ്സാവും. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ കടന്നു വന്നിട്ട് പിന്നെ വിദ്യാഭ്യാസം നേടാം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം പ്രായോഗികമാണ്? അല്ല, അങ്ങനെയല്ല. അതായത് നമുക്ക് ലോകത്തെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടുമോ ഈ 16 വയസ്സിൽ? അല്ല, മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം 16 വയസ്സൊക്കെയാണ് അമേരിക്കയുടെ ഒക്കെ റിസൾട്ട് അനുസരിച്ചിട്ട് പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. 16 ഉണ്ട്, 15 ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്ഥിതി അനുസരിച്ച് 18 നല്ലത്. പക്ഷെ അത് നിയമമായിട്ട് തടയിടാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം 16 വയസ്സിലൊരു പെൺകുട്ടിക്ക് പക്വത ഉണ്ടാവോ, ഒരു ലൈഫ് തെരഞ്ഞെടുക്കുക അവരവരുടെ താല്പര്യം. 16 വയസ്സിലൊക്കെ അങ്ങനെ ഒരു പക്വതയിലേക്ക് എത്തില്ല എന്നാണ് വിദഗ്ധ ഡോക്ടർമാരടക്കം വിലയിരുത്തിയിട്ട് അത്തരത്തിലുള്ള ലേഖനങ്ങൾ വരെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലുമില്ല. 16 വയസ്സായ പെൺകുട്ടികൾക്ക് പക്വത ഇല്ല എന്നൊന്നും പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്നാല് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും നല്ലത് വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം കൊണ്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ചും 18 ഉത്തമം. പക്ഷെ നിയമപരമായിട്ട് അതിനെ തടയിട്ട് 16 വയസ്സിൽ കല്യാണം പാടില്ല എന്ന് പറയുന്നതോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ശരിക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാന കാര്യം, മുസ്ലിം പെൺകുട്ടികൾ ഇന്ന് റാങ്ക് വന്നാൽ യൂണിവേഴ്സിറ്റി തലത്തിലടക്കം എല്ലാ തരത്തിലും വൻ മുന്നേറ്റമാണ് മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്ക് ഇതിലൊരു ഹിഡൻ അജണ്ടയുണ്ടോ? അഫ്സൽ പറഞ്ഞതുപോലെ ഇവിടെ വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന വിഭാഗം മുസ്ലിം സമൂഹം പിന്നോക്ക വിഭാഗമാണ്. ഒരിക്കലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ വിദ്യാഭ്യാസത്തിന് തടസ്സം എന്ന് പറഞ്ഞത് ഷറഫനിസ പറഞ്ഞതുപോലെ സത്യത്തിൽ വിവാഹം തടസ്സമായി കാണുന്നേ 16 വയസ്സിൽ വിവാഹിതയാകുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 9ഓളം വരുന്ന പണ്ഡിത സംഘത്തിന്റെ നേതാക്കന്മാർ ഒരുമിച്ചുകൂടിയിട്ട് പറഞ്ഞത് ചെയ്യണം എന്നല്ല, ഇത് പിന്നെ ബോധവിളക്കണം നടത്തി ഷറഫനിസ പറഞ്ഞതുപോലെ ജനങ്ങളെ ബോധ്യപ്പെടുത്ത 18 വയസ്സ് ആവാവും. അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിൽ ഇത് പല താങ്കൾ ഉദ്ദേശിക്കുന്ന പ്രത്യേക സാഹചര്യം പറയാം. ഇന്ന് ഈ പഴയ കാലഘട്ടം പോലെയല്ല. 900 അഫ്സൽ സാഹിബ് പറഞ്ഞു 30-35 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വനിതാ ശിശു വിഭാഗത്തിന്റെ ഈ ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട നിരോധനം വരുന്നതെന്ന് പറഞ്ഞു. ഈ ശൈശവ വിവാഹ നിരോധനം വരുന്നത് സത്യത്തിൽ നിങ്ങൾ ചോദിച്ച പോലെ വിദ്യാഭ്യാസപരമായ രീതിയിൽ എന്ത് തടസ്സമാണ് വരുന്നത് എന്നല്ല ചോദിക്കണത്, നിങ്ങളതല്ല ചോദിക്കണത്. സത്യത്തിൽ എന്താണ് തടസ്സമുള്ളത്? ഞാൻ പറയുന്നു, ഒരുപക്ഷെ വിദ്യാഭ്യാസപരമായി കുട്ടികളെ മുസ്ലിം പെൺകുട്ടികൾ ഇന്ന് പിന്നോക്കം നിൽക്കാൻ ഒരു കാരണം ദാരിദ്ര്യം, സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി. നല്ല ബുദ്ധിയുള്ള പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കുടുംബം പാവപ്പെട്ട കുടുംബമായിരിക്കും, അവരെ സഹായിക്കാൻ ആരുണ്ടാവില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 16 വയസ്സുകായ 17 വയസ്സുകാര പെൺകുട്ടിയോട് ഒരാൾ നല്ല ബുദ്ധിയുള്ള മോളക്കാരൻ ഞാൻ എടുത്തോട്ടാണ്, ഞാൻ ആളെ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾ എനിക്ക് കല്യാണം കഴിച്ചെന്ന്, ഞാൻ സമ്പന്നൻ. അവരുടെ സാമ്പത്തികമായി തകർന്ന ഒരു കുടുംബത്തിന്റെ ആ അവസ്ഥ മുതലെടുത്തുകൊണ്ട് അവസ്ഥയിൽ നിന്ന് ഈ വിദ്യാഭ്യാസപരമായി മുരടിച്ചു നിൽക്കുന്ന അതിനെങ്ങനെയാണ് കാണുന്നത്? ഇദ്ദേഹം പറഞ്ഞ ഒരു സംഭവം മനസ്സിലായല്ലോ. ഇപ്പൊ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ കുട്ടിയാണെങ്കിൽ സമ്പന്നനായ ഒരുത്തം വരുന്നു, ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നു. അബ്ദുൽ കബീർ ഫൈസി ഉസ്താദ് പറഞ്ഞിട്ടുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ അതൊരു കച്ചവടമാണ്. സമ്പത്ത് ഉള്ള ആളുകൾക്ക് ഒരു പെൺകുട്ടിയെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ നാളെ സമ്പത്തുള്ള ആളുകളെല്ലാം പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ ക്യൂ ആയി നിൽക്കും. ആ സമയത്ത് ഈ പെൺകുട്ടികളെല്ലാം കൊടുക്കണമെന്നുള്ളതാണോ പറയുന്നത്? ഇത് പറയുന്നത് ശരിയല്ല. മറ്റൊന്ന് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പറയുന്നത് ഇപ്പോ നിലവിൽ ഈ കുറെ സമുദായ നേതാക്കന്മാർ, ഞാൻ അവര് അവകാശപ്പെടുന്നില്ല, അവര് അവകാശപ്പെടുന്ന ആളുകളാണ് എന്ന് ഞാൻ
പറയുന്നില്ല. എന്നാൽ യഥാർത്ഥ നേതാക്കന്മാർ തന്നെ അവർ പറയുന്നത് 16 വയസ്സിൽ വിവാഹപ്രായം ആക്കണം എന്ന് പറഞ്ഞ് ശരീഅത്ത് നിയമം നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ 16 വയസ്സ് വിവാഹപ്രായം ആക്കണമെന്ന് ഏതെങ്കിലും ഒരു വനിതാ സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ പഠനം നടത്തിയിട്ടുള്ള ആളുകൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന്, നിങ്ങൾ എന്തിനാണ് ഇതിൽ വ്യാകുലരാകുന്നത്? ഇപ്പൊ നിലവിൽ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീധന അനാചാരങ്ങൾ, പൈസ കൊടുത്ത് കല്യാണം കഴിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. ഈ സ്ത്രീധനത്തിനെതിരായിട്ടൊന്നും പ്രതികരിക്കാതെ ഈ വിവാഹപ്രായത്തിന് മാത്രം ഇത്ര ഊന്നൽ നൽകിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പുരുഷന്മാരുടെ ഒരു ഒത്തുകൂടൽ, എന്നിട്ട് അവര് പറയുന്നു പെൺകുട്ടികളുടെ വയസ്സ് 10. മതപണ്ഡിതന്മാരാണെങ്കിലും സ്ത്രീകളിലും മതത്തിൽ ഉന്നത അറിവുള്ളവരുണ്ടല്ലോ. ഒരു സ്ത്രീ സംഘടനകളിൽ നിന്ന് ഇത്തരത്തിലൊരു ആവശ്യം ഉയരുന്നില്ല. പുരുഷന്മാർ ഈ പറഞ്ഞതുപോലെ 9 സംഘടനകളുടെ നേതാക്കൾ ഒത്തുചേർന്നിട്ട് ഇത്തരം ഒരു നയം, ഇതിനൊരു 16 വയസ്സ് നിയമം ഒരിക്കലും ആക്കാൻ പാടില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ 18 എന്ന് നിർബന്ധിച്ച് നിയമം ഉണ്ടാക്കാനും പാടില്ല. കാരണം അവിടെ ബോധവൽക്കരണത്തെ സമ്പന്നനായ ഒരാൾ പോയി ഒരു അതിവർ പറഞ്ഞതുപോലെ ഒരു കച്ചവട പോലെയുള്ള ഒരു വിൽക്കൽ ചടങ്ങ് പോലെ പോയി. അതോട് ഞാൻ യോജിക്കുന്നില്ല. ഇതിൽ ഷറഫുന്നിസ തന്നെ ഇപ്പോൾ സമ്മതിച്ചു 16 വയസ്സാക്കാൻ വേണ്ടി പാടില്ല, 18 വയസ്സാക്കണമെന്നുള്ളതാണ് ഇവരുടെ നിലപാട്. നിയമപരമായിട്ട് 18 വയസ്സായ കല്യാണം കഴിക്കാൻ പറ്റൂ എന്ന് പാടില്ല. 18 വയസ്സിന് മുന്നേയും വിവാഹം കഴിക്കാമെന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ മുഹമ്മദ് അഫ്സൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറഞ്ഞതുപോലെ ഇസ്ലാം മതത്തിൽ സ്ത്രീധനം ഹറാമാണ്. പിന്നെ സ്ത്രീധനം ഹറാമാണ്. ഈ സംഘടനകൾ ഒന്നും സംയുക്തമായി ഇനി സ്ത്രീധനം വാങ്ങരുത് എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഈ 16 വയസ്സിന്റെ കാര്യം വന്നപ്പോ എന്തൊരു ജാഗ്രതയാണ്, എന്താണ് ഇതിന് പിന്നിൽ? പിന്നെ സ്ത്രീധനം എന്നുള്ള വിഷയം ഇസ്ലാമികമായി സ്ത്രീധനത്തിന് യാതൊരു ബന്ധവുമില്ല. ഇന്ന് ചില ആളുകൾ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് സത്യത്തിൽ പലതും നടത്തി കൊടുത്തിട്ടില്ലേ? നമ്മൾ നിക്കാഹ് നടത്തുന്നത് സ്ത്രീധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ നിക്കാഹ് നടത്തി അറിയുന്നുണ്ടാവും, പക്ഷെ അറിയുന്നില്ല. ഈ പറയപ്പെടുന്ന സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും പള്ളിയോ കമ്മിറ്റിയോ മറ്റോ ഇന്നത്തെ സാഹചര്യത്തിൽ പോലീസ് കേസാൻ വന്നാൽ അപ്പൊ അവര് സ്വകാര്യമായി നടത്തുന്ന ഒരു ഏർപ്പാടായി സ്ത്രീധനം പോലുള്ള നേതാക്കന്മാർ അറിയാതിരിക്കൂല. അപ്പൊ അവര് നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പാടില്ല സ്ത്രീധനം എന്നൊരു വിഷയം വരുമ്പോ. ഇപ്പൊ നമ്മൾ ഈ 16, 18 ചർച്ച നടത്തുന്നത് 25 വയസ്സായിട്ട് പെൺകുട്ടികൾ മൂലക്ക് കിടക്കുന്ന പെൺകുട്ടികളുണ്ട്. അവരെന്ത് ഈ നേതാക്കന്മാർ കൂട്ടിക്കൊണ്ടെന്ന് കല്യാണം കഴിച്ചു വിടുന്നില്ല? അത് വലിയ വിഷയത്തിൽ സത്യത്തിൽ ഇവിടെ 18 വയസ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ ഇതിന്റെ പിന്നിൽ മറ്റെന്തെല്ലോ ആണ് എന്നുള്ള രീതിയിലാണ് എം.എൻ. കാരശ്ശേരി മാതൃഭൂമിയിൽ അടുത്തൊരു ലേഖനം എഴുതി. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വിഷയം ഈ പറഞ്ഞതാണ്. അഫ്സൽ അതാണ് പറഞ്ഞത്. കാരണം എന്തുകൊണ്ട് മാതൃഭൂമിയിൽ അത് എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ട് ഇവർ ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളത്. ഏത് സന്ദർഭങ്ങളിലും മുസ്ലിം മുഖ്യധാരയ്ക്ക് എതിരെ എഴുതുന്ന ഒരാളാണ് സത്യത്തിൽ എം.എൻ. കാരശ്ശേരി. ശരീഅത്ത് വിഷയം വരുമ്പോൾ 985 കാലഘട്ടങ്ങളിലൊക്കെ ഈ ശരീഅത്ത് വിഷയം വരുമ്പോഴൊക്കെ സത്യത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ മുഖ്യധാരക്കെതിരായി എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മറുപടി പറയാൻ വേറെ ആള് അങ്ങനെ ആ നിലക്കൊരാൾ പറയുന്നില്ല. എം.എൻ. കാരശ്ശേരിന്റെ അഭിപ്രായമല്ല ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം യൂണിവേഴ്സിറ്റി നമ്മൾ വിദ്യാർത്ഥികളെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആള് എന്ന നിലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും വിദ്യാർത്ഥികളുടെ അഭിപ്രായം എന്ന നിലയിലാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. എം.എൻ. കാരശ്ശേരിയുടെ അഭിപ്രായം എനിക്കിവിടെ വന്ന് പറയേണ്ട കാര്യം ഇല്ല. ഇത്രേ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഈ 16 വയസ്സിലേക്ക് ഇവർ എത്തിക്കുന്നതിന് പിന്നിൽ വിദ്യാഭ്യാസ തടയുക എന്നൊരു ലക്ഷ്യം മാത്രമാണോ? വേറെന്തൊക്കെയാണ് താങ്കൾ കാണുന്നത്? അതിൽ പ്രധാനമായും ഇപ്പൊ നിലവിൽ വിദ്യാഭ്യാസം തടയുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം വിദ്യാഭ്യാസം തടയുക എന്നുള്ളതിനുമുപരി ഇതിപ്പം ഒരു നേരത്തെ അബ്ദുൽ കബീർ ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു കൊടുക്കൽ വാങ്ങൽ ചടങ്ങിലേക്ക് പോകുന്നുണ്ട്. സ്വാഭാവികമായും സമ്പത്ത് ഉള്ള ആളുകൾക്ക് എന്തും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ കല്യാണം കഴിച്ച ആളുകൾ നമ്മളൊരു കണക്ക് എടുത്ത് പരിശോധിക്കണം. എത്ര വിദ്യാർത്ഥിനികൾ
കല്യാണം കഴിച്ചതിന് ശേഷം പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ള പരിശോധന നമ്മൾ നടത്തണം. ഈ ശൈശവ വിവാഹത്തിനെതിരായിട്ട് മത സാമുദായിക നേതാക്കന്മാർ മുന്നേ ചില ആളുകളെല്ലാം പുരോഗമനവാദികളായിട്ടുള്ള ആളുകളെല്ലാം നല്ല നിലയിലുള്ള ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു കവി കുരീപ്പുഴ ശ്രീകുമാരന്റെ ഒരു കവിതയുണ്ട്, പുയ്യാപ്പിള എന്ന കവിതയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാമിനയെ കാണാൻ ഒരാൾ വന്നു, താടി തലേക്കെട്ട് ഒട്ടകത്തിന്റെ സുഗന്ധം, ഉമ്മ പറഞ്ഞു പുയ്യാപ്പിള, ഉപ്പ പറഞ്ഞു പുയ്യാപ്പിള, കുഞ്ഞാമിനയുടെ ഉള്ളു പറഞ്ഞു ഉപ്പൂപ്പ ഉപ്പൂപ്പ ഉപ്പൂപ്പ. അപ്പം വിദ്യാർത്ഥിനികളുടെ മനസ്സിതാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. അപ്പോ ആ നിലയിൽ നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ഏജിനനുസരിച്ച് നിങ്ങളുടെ കാലഘട്ടത്തിനനുസൃതമായിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ മറുപടി പറയുന്നുണ്ടാവുക. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് ശരിയല്ല എന്നുള്ളത് നിർമ്മിച്ച ഒരു സിനിമയും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. അത് എന്റെ നാട്ടുകാരൻ നിലമ്പൂരിൽ ഷൗക്കത്ത് നിർമ്മിച്ചിട്ടുണ്ട്. മുസ്ലിം പെൺകുട്ടികളെ കണ്ണീരാണ് ഇന്ന് എല്ലാവർക്കും വേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, ഈ മുസ്ലിം പെൺകുട്ടിയുടെ ഇതേ വിഷയം വരുന്ന മറ്റുള്ള വിഭാഗത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഇവർ ഇത്ര ജാഗ്രത കാണിക്കുന്നില്ല? നടക്കുന്നുണ്ട് എന്ന കാരണം കൊണ്ട് ഇസ്ലാമിൽ നടക്കാമെന്നാണ് ഇതിന്റെ പ്രത്യേക താല്പര്യം. ഇതിൽ ഇപ്പൊ നമ്മൾ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വന്ന് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നാൽ അത് കോപ്പി അടിച്ചെന്ന് പറഞ്ഞു. നമ്മളെ മലപ്പുറത്തെ മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായി പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. പിന്നെ 16 വയസ്സിൽ 9 വയസ്സ് കെട്ടണം ഇസ്ലാം അബ്ദുൽ കബീർ ഫൈസി ഉസ്താദ് പറഞ്ഞതിനുള്ള മറുപടി എന്ന നിലയിൽ പറയാനുള്ളത് ഇപ്പൊ വെച്ചാൽ ഇപ്പൊ പറഞ്ഞു എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ മാത്രം വരുമ്പം ഇത്ര വിഷയാക്കുന്നു? ഇത് യഥാർത്ഥത്തിൽ വിഷയാക്കുന്നത് ഞങ്ങളല്ല, ഇവര് തന്നെയാണ് വിഷയാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും മറ്റു മതത്തിന്റെ സമുദായ നേതാക്കന്മാർ എന്റെ മതത്തിൽപ്പെട്ട ഇന്ന പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 ആക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കും. അത് ഏത് മതമായാലും, അത് ഇസ്ലാം മതമായി കഴിഞ്ഞാലും മറ്റേത് മതത്തിൽപ്പെട്ട ആളുകളായാലും ഞങ്ങൾ അതിനെ എതിർക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായം തുറന്നു പറയുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവും. അല്ലാതെ ഏതെങ്കിലും മതത്തെ ഇകഴ്ത്തി കാട്ടിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഷർഫുനിസ, മറ്റു മതസ്ഥർക്കൊന്നും ഇത്തരം ഡിമാൻഡുകളോ ഇത്തരം ആവശ്യങ്ങളോ ഉയർത്തുന്നില്ല. ശരീഅത്തിന്റെ പേരിൽ ഇസ്ലാം മതം മാത്രം ഇത്തരത്തിൽ. ഇസ്ലാം മതം ഒരിക്കലും വിവാഹപ്രായം ഇന്നതാണ് എന്ന് എടുത്തു പറയുന്നില്ല. ഖുർആനോ ഹദീസോ ഒന്നും പറയുന്നില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണ്ഡിതന്മാർ ഇത് ആവശ്യപ്പെടുന്നത്? അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചാൽ ശാരീരികമായ വളർച്ചയുടെ ഘടന പ്രഖ്യാപിക്കുമ്പോൾ 16 വയസ്സ് 9 വയസ്സ് ഘടന പ്രഖ്യാപനം ഞാൻ പറഞ്ഞതുപോലെ 9 വയസ്സിലും ഘടന പ്രഖ്യാപിച്ചിരുന്ന ആരോഗ്യസ്ഥിതിയുള്ള കുട്ടികൾക്ക് 9 വയസ്സിലും ഘടനാ പ്രഖ്യാപനം ഉണ്ടാവും. നമ്മൾ എന്ത് പറഞ്ഞാലും മറ്റു രാജ്യങ്ങളിൽ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ 9 വയസ്സിലും മറ്റു രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ശാരീരിക അവസ്ഥ ആ ഒരു അവസ്ഥയിലാണോ നമ്മൾ കൊച്ചു കേരളം? ഞാൻ പറഞ്ഞു വന്നത് 16 വയസ്സാക്കണം എന്നല്ല, 18 ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു നിയമം കുരീപ്പുഴ ശ്രീകുമാറിന്റെ കവിതയിലെ വരികൾ കേട്ടില്ലായിരുന്നു? കേട്ടിരുന്നു. എങ്ങനെ താങ്കൾ? പൊതുവെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ആൾക്കാർ ഈ തെറ്റായത് ചെയ്യുന്നുണ്ട്. കാരണം ചെറിയ പ്രായത്തിലെ പെൺകുട്ടികളെ കെട്ടിച്ചിട്ട് വലുതാകുമ്പോ അവര്